പങ്കെടുത്ത മേഖലകളിൽ എല്ലാം കർമ്മം കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷാഫി പുളിക്കലിന്റെ വിയോഗം നികത്താനാകാത്ത നഷ്ടമാണ് നാടിനും സൗഹൃദങ്ങളിലും സൃഷ്ടിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലെ ഒരു സാധാരണക്കാരനായി വളർന്ന് വിദ്യാഭ്യാസ കാലശേഷം പിതാവിന്റെ സിമന്റ് വ്യാപാര മേഖലയിൽ ഷാഫി ഒപ്പം ചേർന്നു. കഠിന പരിശ്രമത്തിലൂടെ കച്ചവട മേഖല സംസ്ഥാനം മൊത്തം വ്യാപിപ്പിക്കാൻ ഷാഫിയുടെ പ്രയത്നത്തിന് കഴിഞ്ഞു. വ്യാപാര തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമാവുക എന്നത് പുളിക്കൽ ഷാഫിക്ക് ഒരു ജീവിതചര്യയായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. നിരാലംബർക്കും പാവപ്പെട്ടവർക്കും എന്നും ഒരാശ്രയമായിരുന്നു ഷാഫി പുളിക്കൽ. കിഡ്നി രോഗികൾക്കായി മാറാക്കരയിൽ ആരംഭിച്ച KLM ഡയാലിസ് സെന്ററിന് വലിയ തോതിലുള്ള സഹായങ്ങളായിരുന്നു ഷാഫി പുളിക്കലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സിമന്റ് കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് KLM ഡയാലിസ് സെന്ററിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. പ്രളയകാലങ്ങളിലും കൊറോണ സമയത്തും തന്റെ ലോറികൾ മുഴുവൻ രക്ഷാപ്രവർത്തനങ്ങൾക്കും അവശ്യ സാധനങ്ങളുടെ വിതരണത്തിനും ഉപയോഗിച്ച ഷാഫി സഹജീവി സ്നേഹത്തിന്റെ ഒരു ഉത്തമ മാതൃക കൂടി സൃഷ്ടിക്കുകയായിരുന്നു. ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഷാഫിയുടെ വിയോഗം നാടിന് തീരാ നഷ്ടമാവുകയാണ്. ജീവിതത്തിലേക്ക് രോഗം കടന്നു വന്നിട്ടും അത്യധികം ഊർജ്ജസ്വലമായി ജീവിതത്തെ കണ്ട് അനുനിമിഷം ചെറുപ്പക്കാരെയും മുതിർന്നവരെയും പ്രവർത്തന മേഖലകളിൽ ഒരുപോലെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി. രോഗത്തിന്റെ അവശതകളിലും ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ നേരിട്ട ഷാഫി പുളിക്കലിന്റെ ഓർമ്മകൾ വരും തലമുറയ്ക്കും പ്രചോദനമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഷാഫി പുളിക്കലിന്റെ വിയോഗത്തിൽ കാടാമ്പുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെ?